വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്തിനെങ്കിലും വീണ്ടും വരാൻ പറയും. ഇപ്പം ഞാനും സാജി അനുമോനും തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ കാണിച്ച് തിരിച്ചു പോരുന്ന വഴി കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി നേരെ ബസ് കയറി കോട്ടപ്പാടത്ത് കിട്ടും. ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ അനുമോനക്ക് സാൻഡ്വിച്ച് വാങ്ങിയിട്ട് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. പിന്നെ നമ്മൾ വിടും, നമ്മളും ഓരോ സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണ്ണാർക്കാടൊക്കെ ചുറ്റി ഞങ്ങൾ കോട്ടപ്പാടം വന്നിട്ടുണ്ടോ ചായയൊക്കെ കുടിക്കൽ. അപ്പം ഞങ്ങൾ മജ്ലിസിൽ നിന്നാണ് കുടിക്കൽ, കോട്ടപ്പാടത്ത് തന്നെയല്ലേ. തിരിച്ച് പോരുന്ന വഴി നമ്മൾ ഷെഖാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിനെ കണ്ടപ്പോൾ മിഠായി തരാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പിന്നെ മിഠായിക്ക് ചിണുങ്ങണ കണ്ടത്. തിരിച്ച് പോണ വഴി ഞങ്ങൾ പാടത്തുനിന്ന് ഒരു പാമ്പിനെ കണ്ടു ഗൈസ്. പാമ്പാണോ നീർക്കോലിയാണോ എന്തോ, എന്തായാലും ഞങ്ങളെ കണ്ട് നീർക്കോലി പേടിച്ചോടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ പാടത്തിൻ്റെ അവസ്ഥ ഇപ്പം അതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആദ്യം ഈ ഒരു പാടത്തിൻ്റെ അവസ്ഥയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുളം നിറഞ്ഞിരിക്കുകയുണ്ടോ. അപ്പോൾ വറ്റുന്ന ടൈമിലൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സ്ഥിരം വഴിയാണ്ടോ, അതായത് സാജി ഞാനും പുറത്ത് പോകുമ്പോൾ, കെട്ടിയന്മാരില്ലാതെ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ വഴിയാണ് പോവുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാടത്ത് കൂടി ഇങ്ങനെ പോകണുണ്ടോ. വെള്ളമുള്ള ടൈമിൽ വേറെ രസം, വെള്ളം ഇല്ലാത്ത ടൈമിൽ കാണുമ്പോൾ ആ ഒരു രസം കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷാക്ക നമുക്ക് കുളം കാണാൻ പോയാലോ എന്ന് പറഞ്ഞു. കുളം കാണാനല്ല കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടോ ഈ ഒരു കുളത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. വേറെയുള്ള കുളത്തൊക്കെ പോകും, ഈ ഒരു കുളത്തേക്ക് അങ്ങനെ കൊണ്ടുവരാറില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു ചാലിൽ പോയി അനുമോനെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്ന ടൈമിൽ അവിടെ മീൻ പിടിക്കുന്നുണ്ടായിട്ടോ ചെറുക്കന്മാർ. കുറച്ച് നേരം ഓലോട് ഓരോന്നും പറഞ്ഞ് ഓലെ വെറുപ്പിച്ച് ഓലെടുത്ത് പോയിന്നുണ്ടോ. കുറച്ച് നേരം അല്ല, കുറച്ച് അധികം നേരം ഓലെടുത്ത് തന്നെയായിരുന്നു. ഒരു മീൻ പിടിക്കണേയും കണ്ടുകൊണ്ട് നിൽക്കേണ്ടോ. 3 ആളുണ്ടായിരുന്നു, 2 ആൾ പിടിക്കണു, ഒരാൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണു. അപ്പോൾ നിഷാക്കൊക്കെ ഒരാഗ്രഹം ആൾ പിടിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ചൂണ്ടൽ അവിടെ റെസ്റ്റ് എടുക്കണ്ടായിട്ടോ. ആ ചൂണ്ടലും വെച്ച് ആൾ 1-2 മീനൊക്കെ പിടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരുത്തന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിരുന്നുണ്ടോ, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. അത്യാവശ്യം മീനുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുളത്തിൽ ആദ്യമൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുണ്ടോ, ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു 3 മരണം നടന്ന ആ ഒരു സമയം തൊട്ട് ആഗ്രഹമില്ല, അങ്ങനെ വരാറുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആരും വരാറില്ല. നമുക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇഷാഖാനോട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അറ്റത്ത് നിന്ന് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് എൻ്റെ ഊഴാണ്. എനിക്ക് ചെറിയൊരു മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് മീനിൻ്റെ പേരെന്തോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. നല്ല പെടക്കണ മീനുണ്ടോ. അപ്പം ഞാൻ മീനൊക്കെ പിടിച്ച് ഓൽക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അനുമോനെയും അവൻ്റെ കസിനെയും ഞങ്ങൾ പാടത്തെ ചാലിലിറക്കിയിട്ടോ. ചാലെന്ന് പറഞ്ഞാൽ ചെറിയൊരു തോട് പോലെയാണ്, അത്യാവശ്യം വെള്ളവും ഒലിവും കാര്യങ്ങളൊക്കെ അതിലും ഉണ്ട്. പോലെ ഞങ്ങൾ അതിലിറക്കി ഒന്ന് സന്തോഷിപ്പിച്ചു. ഓൽക്ക് അതൊക്കെ മതിയല്ലോ വെള്ളം നിറയാൻ. ഞാൻ വരെ കണ്ടിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ വരണം കുളിക്കാൻ വേണ്ടിയിട്ടെന്ന്. കാരണം അത്രയും ഒലിവുണ്ടായിരുന്നു. പക്ഷേ കുളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ലാസ്റ്റ് ടൈമിൽ അങ്ങനെ കുളിക്കണില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിട്ടോ. ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈം വരെ ഞങ്ങൾ അവിടെ നിന്നിട്ടുള്ളൂ. നല്ലൊരു കാറ്റടിക്കുന്നത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. ഞങ്ങൾ ശക്തമായിട്ടുള്ള കാറ്റും മഴയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ആ ഒരു ടൈമിൽ ഷേഖാൻ്റെ തലയിൽ അത്യാവശ്യം വലിപ്പത്തിലൊരു കൊമ്പ് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു മിനിറ്റ് അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ടുള്ള കുളിസീനുകൾ അണ്ടങ്ങൾ കണ്ടത്. പിന്നെ രാത്രി പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിച്ച് അങ്ങനെ നേരത്തെ കടന്നുറങ്ങി. അപ്പോൾ അത്രയുള്ള വീഡിയോ.